ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളാണ്. ഇന്നും നാളെയും കാണിക്കുന്ന വിശേഷമല്ല ഞാൻ പറയാൻ പോകുന്നത്, അപ്കമിംഗ് വിശേഷങ്ങളാണ്. എടുത്തു പറഞ്ഞ വേറൊന്നുമല്ല. ആർക്കും ഒരു തെറ്റിദ്ധാരണ വരരുത്. അപ്പൊ കുറച്ച് പേര് പറയുന്നുണ്ട് ഇത് ഇന്ന് വരില്ലല്ലോ, ഇത് നാളത്തെയോ അല്ലല്ലോ, പിന്നെ ഇത് എന്നത്തെയാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളാണ് കേട്ടോ. നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും ദേവയാനിയുടെയും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വരാനിരിക്കുന്ന വിശേഷങ്ങളാണ്. അപ്പൊ നമ്മൾ എന്നും പറയുന്നതിന്റെ തുടർച്ചയായ ഭാഗങ്ങൾ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. സ്ഥിരം കാണുന്ന പ്രേക്ഷകർക്ക് അറിയായിരിക്കാം. ഫുൾ വിശേഷം നമ്മൾ നമ്മുടെ മെയിൻ ചാനലിലാണ് ഇടുന്നത്, ജിൽ ജിൽ ചിന്നുവില്. അപ്പൊ ഫുൾ വിശേഷം കാണാൻ ആഗ്രഹമുള്ളവര് അതേ പോയി നോക്കിയാൽ മതി. നമ്മുടെ ഫുൾ വിശേഷം ഇന്നും 7:30 നമ്മൾ ഇടുന്നതാണേ. അപ്പൊ ഏതായാലും പറഞ്ഞ് ബോറാക്കുന്നില്ല, എല്ലാവരും കാത്തിരിക്കുകയാണെന്നറിയാം. അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലെ. അങ്ങനെ ഏതായാലും നമ്മുടെ അനാമിക ഓരോ കള്ളത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനാമികയുടെ അച്ഛനാണെങ്കിൽ കള്ളനോട്ട് അടിക്കുകയും കള്ളനോട്ട് കൊടുത്ത് പോലീസ് പിടിയിലൊക്കെ ആവുകയൊക്കെ ചെയ്തു. പക്ഷെ ഗർഭിണി എന്ന ഒരു പേരിൽ മാത്രമാണ് ഇപ്പം അനാമികേനെ ആ വീട്ടിൽ നിൽക്കുന്നത്. അനാമിക ആ വീട്ടിൽ നിൽക്കുന്നത് ആ ഒരു ഇതിൽ മാത്രമാണ്. ഗർഭിണിയാണ്, അനിയുടെ കുഞ്ഞാണ് വയറ്റിലുള്ളത് എന്ന ആ ഒരു ചിന്തയില്. പക്ഷെ നമ്മുടെ ദേവയാനിക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ അനാമിക ഗർഭിണിയല്ല. ഗർഭിണികളുടേതായ അസ്വസ്ഥതകളും ശാരീരിക ക്ഷീണങ്ങളും ഒന്നും അനാമികയ്ക്കില്ല. അപ്പൊ അവൾ എന്തോ കള്ളക്കളി കളിക്കുന്നതാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ നവ്യേനെയും നയനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് അതൊന്ന് കണ്ടുപിടിക്കണം. അതൊന്ന് കണ്ടുപിടിച്ച് പ്രൂഫ് ചെയ്ത് എന്തെങ്കിലും പ്രൂഫൊക്കെ ഉണ്ടാക്കിയിട്ട് വേണമല്ലോ, എന്തെങ്കിലും തെളിവില്ലാതെ പറ്റില്ലല്ലോ. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് വേണം അനാമികേനെ ആ അനന്തപുരി തറവാട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടാന്. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗർഭിണിയാണോ അല്ലയോ എന്നൊന്നും ഉറപ്പില്ലാത്തത് കൊണ്ട് ഇപ്പൊ അനിയോടൊന്നും പറയാനും പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുക നമ്മുടെ നന്ദുവിന് നല്ലൊരു കല്യാണാലോചന വരികയാണ് കേട്ടോ. നല്ലൊരു കല്യാണാലോചന എന്ന് പറഞ്ഞാല് നമ്മുടെ അനന്തപുരി തറവാടിന്റെ അത്രത്തോളം ആസ്തിയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് നന്ദുവിന് കല്യാണാലോചന വരുന്നത്. അപ്പൊ ഇത് നമ്മുടെ നയന ആദർശിനോട് പറയുകയാണ്, ഇങ്ങനെ നന്ദുവിന് ഒരു വിവാഹം വന്നിട്ടുണ്ട്, വിവാഹാലോചന വന്നിട്ടുണ്ട് ആദർശേട്ടാ. അവർക്ക് വേറൊന്നും വേണ്ട, പണമോ അങ്ങനെ ഒന്നും നോക്കിയല്ല അവർ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞിനെ മാത്രം, അവർക്ക് ഞങ്ങളുടെ നന്ദുവിനെ മാത്രം മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരോടും ചോദിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാനായിട്ട്. നന്ദു ആണ് ഒട്ട് സമ്മതിക്കുന്നുമില്ല. ഏതായാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവള് സമ്മതിക്കും. അപ്പൊ ഞാൻ വീട്ടിൽ പോയൊന്ന് അവളെ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്താൽ മതി, അവള് സമ്മതിക്കും, അതെനിക്കറിയാം. അപ്പൊ ഞാനൊന്ന് വീട്ടിലൊക്കെ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ആദർശ് പറയുന്നു, നല്ല കാര്യമല്ലേ, നല്ലൊരു കുടുംബത്തിൽ നിന്ന് കല്യാണാലോചന വരിക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. അവളും ജീവിതത്തിലേക്ക് കടക്കട്ടെ. ഇനിയിപ്പം കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ഓർത്തിരുന്നൊരു കാര്യമില്ലല്ലോ. അവൾ എൻ്റെ കുഞ്ഞു പെങ്ങള് തന്നെയാണ്, എനിക്ക് പെങ്ങന്മാരൊന്നുമില്ല. അപ്പൊ ആ ഒരു സ്ഥാനത്ത് തന്നെയാണ് ഞാൻ അവളെ കാണുന്നത്. ഇനി അവർക്ക് സ്വർണം വേണ്ട എന്ന് പറഞ്ഞാൽ കൂടി എത്ര പവൻ വേണമെങ്കിലും കൊടുത്ത്, എത്ര പവനോ അല്ലെങ്കിൽ അവർക്ക് എന്താ സ്ഥലമാണോ പൈസയാണോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്ത് നമുക്ക് വിവാഹം കഴിച്ചു വിടാം. ഒരിക്കലും അതിന്റെ പേരില് അവളെ ആരും അടിച്ചമർത്താൻ പാടില്ല. നീയും നിന്റെ ചേച്ചിയും ഒക്കെ ഒരുപാട് ഇവിടെ അനുഭവിക്കുന്നത് ഞാൻ കാണുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം അവൾ അങ്ങനെ അനുഭവിക്കരുത്, അവൾ നല്ലൊരു കുടുംബത്തിൽ ചെന്ന് കയറട്ടെ എന്നൊക്കെ പറയണം. അപ്പൊ ഇത് അനാമിക ഒളിഞ്ഞു നിന്ന് കേൾക്കുക. കുശുമ്പും കുഞ്ഞായ്മയുള്ള അനാമികയ്ക്ക് ഇത് സഹിക്കുവോ? ഓഹോ, എന്നെക്കാളും നല്ലൊരിത്. അതായത് നമ്മുടെ അനാമിക വന്നിരിക്കുന്ന അനന്തപുരി തറവാട്ടിലാണ്. അപ്പൊ അത്രത്തോളം നല്ലൊരു കുടുംബത്തിലേക്ക് നന്ദു പോകുക എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് സുഖമുള്ള ഒരു കാര്യമല്ല നമ്മുടെ അനാമികയ്ക്ക്. അവൾ അങ്ങനെ ജീവിക്കാൻ പാടില്ല. ദരിദ്രവാസിയായിട്ട് ജീവിച്ചിട്ട് ഇപ്പം അവളുടെ ചേച്ചിമാര് വന്ന പോലെ തന്നെ അവള് വേറൊരു വലിയ കുടുംബത്തിലേക്ക് പോകുന്നത് അത് അത്രയ്ക്ക് ശരിയല്ല. അതിന്റെ കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് നേരെ വേണുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ വേണു ചോദിച്ചപ്പോ വേണുവിന് പേടി, അനാമിക വിളിച്ചപ്പോ പേടി. ഇനിയിപ്പം അവിടെയുള്ളവരെല്ലാവരും കള്ളനോട്ട് അടിച്ചത് അറിഞ്ഞോ, കള്ളനോട്ട് കേസിൽ പിടിച്ചു, അപ്പൊ അത് അറിഞ്ഞോ എന്നൊന്നും അറിയില്ല. അപ്പൊ അതിന്റെ ഒരു ചെറിയ പേടിയുണ്ടേ. അപ്പൊ അതൊക്കെയാണെന്ന് ഓർത്തിട്ട് പെട്ടെന്ന് വേണു ചോദിച്ചു, അല്ല മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും സംതിങ് കുഴപ്പമുണ്ടോ അവിടെ, എല്ലാവരും അറിഞ്ഞു? അപ്പം മൂർത്തിക്ക് അറിയാം, മൂർത്തി മുത്തച്ഛനറിയാം കള്ളനോട്ട് കേസിൽ പിടിച്ചതാണ് വേണുവിനെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ വേണുവിന് വല്ലാത്തൊരു പേടി. അപ്പം അനാമിക പറഞ്ഞു, അച്ഛാ, അതൊന്നും അല്ല അച്ഛ ഇപ്പം പ്രശ്നം. ഇപ്പൊ ഇവിടെ പ്രശ്നം വേറൊന്നും അല്ല. അതെ, ആ നന്ദുവില്ലേ, നന്ദുവിനൊരു വിവാഹാലോചന വന്നു. നന്ദുവിന് വിവാഹാലോചന വന്നെന്നോ? അത് നല്ല കാര്യമല്ലേ മോളെ, അനിയുമായിട്ടുള്ള ആ ഒരു ബന്ധം അങ്ങ് മാറിക്കിട്ടില്ലേ? മോളെ അനി സ്നേഹിച്ചും തുടങ്ങുമല്ലേ, പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അതൊന്നും അല്ല അച്ഛാ പ്രശ്നം. എനിക്കിപ്പം അതൊരു വലിയ പ്രശ്നം തന്നെയായിട്ട് മാറിയിരിക്കുക. അവള് വിവാഹം കഴിക്കാൻ പോകുന്നത് ഈ നമ്മുടെ ഈ ഒരു പ്രദേശത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ തന്നെയാണ്.
നമ്മുടെ അനന്തപുരി തറവാട് എങ്ങനെയാണോ അത്രയും പ്രശസ്തിയും പ്രതാപവും ഒക്കെ ഉള്ള ഒരു കുടുംബക്കാരാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. അതും ആദർശേട്ടനാണ് അതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അപ്പൊ ആദർശേട്ടൻ നമുക്ക് കോടികളുടെ സ്വത്ത് അവളുടെ പേരിൽ എഴുതി വെക്കാന്നും അതുപോലെ തന്നെ സ്വർണം കൊടുക്കാന്നും ഒക്കെ പറയുന്നുണ്ട്. എനിക്കിത് സഹിക്കുന്നില്ല അച്ഛാ, ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കണം എന്ന് പറഞ്ഞപ്പോ മോളെ എന്താ മോളെ ഈ പറയുന്നത്? അവക്കൊരു വിവാഹം വന്നു, അത് നമുക്ക് നല്ലതല്ലേ? നീ ഒന്ന് ഓർത്തു നോക്കിയേ. അനി ഏത് നേരവും നന്ദു 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 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വിവാഹാലോചന വന്നിട്ടുണ്ടെങ്കിൽ അത് മോളുടെ ജീവിതത്തിന് നല്ലതാണ്. മോളെ അനി സ്നേഹിക്കാനായിട്ട് കാര്യമാകും അത്. കാരണം പിന്നെ ഒരിക്കലും നന്ദുവിനെ അവന് കിട്ടില്ലെന്ന് മനസ്സിലാകും. പിന്നെ എന്തിനാ മോള് കിടന്ന് ആ വിവാഹം മുടക്കാൻ നോക്കുന്നത്? അതൊന്നും എനിക്ക് അറിയണ്ട അച്ഛാ, എനിക്കറിയില്ല. എന്തോ എന്നെക്കാളും ഒരു നല്ല ബന്ധം അവക്ക് കിട്ടുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു സമാധാനക്കേട്. അങ്ങനെ ഒരിക്കലും അവളും അവളുടെ ചേച്ചിമാരും സന്തോഷിക്കരുത്. നമ്മളെ ഓരോന്നിനും അവരിട്ട് അനുഭവിപ്പിക്കുന്നതല്ലേ. എന്തിനാ നമ്മൾ വെറുതെ? വേണ്ട വേണ്ട, ഒരിക്കലും ഒരിക്കലും എനിക്ക് സഹിക്കില്ല. അച്ഛൻ എങ്ങനെയെങ്കിലും എനിക്ക് വേണ്ടി ഈ വിവാഹം മുടക്കണം. അച്ഛനൊരു കാര്യം ചെയ്താൽ മതി. അനിയും നന്ദുവായിട്ടുള്ള കുറെ ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഞാൻ അയച്ചു തരാം. അത് കൊണ്ടുപോയി ആ ചെറുക്കന്റെ വീട്ടിൽ കാണിക്കണം. അങ്ങനെ കാണിച്ചു കഴിയുമ്പം ആ വിവാഹം അങ്ങ് മുടങ്ങിപ്പൊക്കോളും. അല്ല മോളെ, ഇതിനിപ്പം നമ്മളാ കാണിച്ചതെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിലും വലിയ കുരുക്കാവില്ലേ? അല്ല, മോൾക്കത് പ്രശ്നമാവില്ലേ? ഒരു പ്രശ്നമാവില്ല. അച്ഛൻ ഡയറക്റ്റ് ആയിട്ട് പോകണ്ട. അച്ഛൻ എവിടെ പോകണ്ട? അച്ഛന്റെ കൂട്ടുകാരുണ്ടല്ലോ. അച്ഛന് പിന്നെ ഈ വെട്ടിപ്പും തട്ടിപ്പും ഉള്ളത് കൊണ്ട് ഒരുപാട് കള്ളന്മാരെ കൂട്ടുപിടിച്ച് നടക്കുന്നതല്ലേ. എന്റെ അച്ഛനും ഒരു കള്ളൻ തന്നെയാന്ന് എനിക്കറിയാം. ഏതായാലും അച്ഛനൊരു കാര്യം ചെയ്യുക. അങ്ങനെ ആരെങ്കിലും ആ കൊട്ടാരത്തിലേക്കല്ല തറവാട്ടിലേക്ക് പറഞ്ഞു വിടുക. അങ്ങനെ പറഞ്ഞു വിട്ട് കഴിയുമ്പോഴത്തേക്കും അവർ ഈ വിവാഹത്തിൽ നിന്ന് തന്നെ പിന്മാറിക്കോളും. അവളെ വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്നത് ഏതെങ്കിലും ദാരിദ്ര്യം പിടിച്ചവനായിരിക്കണം. ദാരിദ്ര്യം പിടിച്ചവന്റെ കൂടെ നിന്നിട്ട് അവള് ഗതിയില്ലാതെ അലയുന്നത് അവളുടെ ചേച്ചിമാര് കാണണം. അങ്ങനെ ചേച്ചിമാർക്ക് സങ്കടമാവണം. അതാ വേണ്ടത്. അച്ഛാ പ്ലീസ് അച്ഛാ, ഇതെന്റെ ഒരു അപേക്ഷ അച്ഛാ. അച്ഛനോട് ഈ മോള് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും അച്ഛൻ ചെയ്തു തരാറില്ലേ? ഈ കാര്യം എന്റെ അച്ഛൻ ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പം മോൾക്ക് വേണ്ടി തന്നെയാ ഞാനും രേവതിയും ജീവിക്കുന്നത് തന്നെ. അപ്പൊ പിന്നെ മോളിങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുമ്പം അത് ചെയ്തു തരാതിരിക്കുന്നത് മോശല്ലേ? ഓക്കെ, ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് നമ്മുടെ വേണു ഒരാളെ വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ വേണുവിനെ പോലെ തന്നെ ഈ തട്ടിപ്പും തരികിട പരിപാടിയൊക്കെ കാണിച്ചു നടക്കുന്ന ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, ഇന്ന തറവാട്ടിലെ ആളുടെ അടുത്ത് ഞാൻ തരുന്ന ഫോട്ടോസ് കൊണ്ട് കാണിക്കണം, ഒരു ചെറിയ കുനിപ്പുത്തരം വെക്കാനാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അയാൾ ചോദിക്കുന്നുണ്ട്, അല്ല വേണു, ഇതുവരെ കുനിപ്പുത്തരം തീരാറായില്ലേ? നിന്റെ പെണ്ണിനെ കെട്ടിച്ചു വിട്ടിരിക്കുന്നത് ഒരു വലിയ വീട്ടിലേക്കല്ലേ, അനന്തപുരി തറവാട്ടിലേക്ക്. പിന്നെ എന്തിനാ നീ ഈ കുനിപ്പും കുന്നായ്മയായിട്ട് നടക്കുന്നത്? അവരുടെ കൂടെ പോയി സുഖമായിട്ട് നിനക്ക് ജീവിക്കത്തില്ലേ? ആ മൂർത്തിയുടെ കീഴിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നിനക്ക് എന്തൊക്കെ സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നീ എന്തിനാടാ വീണ്ടും കുശുമ്പും കുന്നായ്മയും കുനുപ്പത്തരവും ഒക്കെ ആയിട്ട് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാ. ഇതിപ്പം വേറൊന്നുമല്ല, അനന്തമൂർത്തിയുടെ വീട്ടുകാർക്കൊരു കുനുപ്പത്തരം കൊടുക്കാനാ. അല്ല, അനന്തമൂർത്തിയുടെ വീട്ടുകാരെന്ന് പറയുമ്പോ നിന്റെ മകളുടെ വീട്ടുകാർ തന്നെയല്ലേ? അതൊക്കെ ശരിയാ. എങ്കിലും ഞാൻ പറയുന്ന അങ്ങ് ചെയ്താൽ മതി. അല്ല, പൈസ എത്ര കിട്ടും? നിനക്ക് എത്ര വേണം? ഒരു 50,000 കിട്ടുമോ? 50,000 കുറച്ച് കൂടുതലല്ലേ എന്റെ പൊന്നു വേണു? ഇതുവരെ നിന്റെ ദാരിദ്ര്യം തീരാറായില്ലേ? എടാ, നീ ആ വലിയ അനന്തപുരി തറവാട്ടിലെ ആളല്ലേ ഇപ്പം. പിന്നെ നിനക്ക് ഈ 50,000 രൂപയൊക്കെ നിഷ്പ്രയാസം എടുക്കാൻ പറ്റത്തില്ലേ? 50,000 വലിച്ചാലങ്ങ് കിട്ടത്തില്ല. ഒരു 25,000 വേണേ തരാം. 25,000 എങ്കിൽ 25,000 ഞാൻ ശരിയാക്കി തരാം. ഏതായാലും ഒരു ദിവസം നീ വെയിറ്റ് ചെയ്തിരിക്കുക. അതിനുള്ളിൽ ആ വീട്ടിലേക്ക് ഞാൻ നീ പറയുന്ന ആ ഒരു ഡോക്യുമെന്റ്സുമായി ചെന്നേക്കാന്നൊക്കെ പറയുകയാണ്. ഏതായാലും നമ്മുടെ വേണു തന്നെയാണ് അനന്തപുരി അല്ല, സോറി, നമ്മുടെ നന്ദുവിന്റെ വിവാഹം നടക്കാനായിട്ട് അയാളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത്. അങ്ങനെ ആ തറവാട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. ആ തറവാട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ പലതും നോക്കണമായിരുന്നു വേണു. പക്ഷെ വേണുവിന് ഒന്നാമതൊരു സ്വഭാവം ഉണ്ടല്ലോ, എടുത്തു ചാടി എല്ലാം ചെയ്യും, അത് ഫ്ലോപ്പുമായി പോവുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ ഒരു ഫോട്ടോയുമായിട്ട് നേരെ ചെല്ലുകയാണ് ആ ഒരു വീട്ടിലേക്ക്. ഏതായാലും കുറച്ച് വിവരവും ബോധവും ഉള്ളവരൊക്കെ തന്നെയാണ് അവിടെ ഉള്ളവര്. അല്ലാതെ നമ്മുടെ ജലജേനെ പോലെയോ ജാനകീനെ പോലെയോ ദേവയാനിനെ പോലെയോ ഒന്നും എടുത്തിയാടുന്ന മനുഷ്യരല്ല. ഇച്ചിരി വിദ്യാഭ്യാസവും വിവരവും ഉള്ളവരും അതും എല്ലാവരും ജോലിക്കാരും ഒക്കെ തന്നെയാണ്. അപ്പൊ അവർക്ക് ഈ ഒരു ഫോട്ടോയൊക്കെ കണ്ടിട്ട് എന്താ പറയുക, അവർക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നൊന്നുമില്ല. പക്ഷെ ഈ വിവരം വിളിച്ചു പറയുകയാണ് കേട്ടോ നമ്മുടെ
നന്ദാവനത്തിലേക്ക് ഈ വിവരം വിളിച്ചു പറയുകയാണ് ഗോവിന്ദനോട്. ഗോവിന്ദൻ ആകെപ്പാടെ ഞെട്ടിപ്പോവാണ്. അപ്പൊ അവര് പറയുന്നുണ്ട് പേടിക്കൊന്നും വേണ്ട, വിവാഹം മുടക്കാനായിട്ട് പല ആൾക്കാരും ഇങ്ങനെയൊക്കെ കൊണ്ടുവരും, അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും, അത് സാധാരണ എല്ലാ വിവാഹത്തിലും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതുകൊണ്ട് അത് ഓർത്ത് പേടിച്ചു മാറുന്ന ആൾക്കാരൊന്നും അല്ല ഞങ്ങള് നന്ദുവിന്റെ സ്വഭാവം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവളെപ്പോലെ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് അത് അങ്ങനെ കാണാൻ ചാൻസ് ഇല്ല. എൻ്റെ മോന് ഒരുപാട് ഇഷ്ടമാണ് അവളെ, അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മോന് അവളെ തന്നെ മതി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വിവാഹം മുടക്കൊന്നുമില്ല, മുടങ്ങാനും പോകുന്നില്ല, പേടിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഗോവിന്ദൻ എന്ത് ചെയ്തു, ഇത് നേരെ നയനയെ വിളിച്ച് അറിയിക്കുകയാണ്. നയനയും നവ്യയൊക്കെ അറിയിച്ചു കഴിഞ്ഞു. അപ്പോഴത്തേക്കും നയനയ്ക്ക് നവ്യയ്ക്ക് മനസ്സിലായി അനിയുടെ ഫോട്ടോയുമായിട്ട് അങ്ങോട്ട് വിടണമെങ്കിൽ അത് വേറെ ആരുമല്ല, നമ്മുടെ അനാമിക തന്നെയാണെന്ന്. ഏതായാലും അനാമികയുടെ അവിടത്തെ കള്ളത്തരവും പൊളിച്ചടിക്ക് കൈ കൊടുക്കുകയാണ് നമ്മുടെ നയനയും നവ്യയും കൂടെ ചേർന്ന്. അപ്പൊ ഇതിനിടയില് ബാക്കിയുള്ളവരെല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്ന ഒരു സമയമാണ് കേട്ടോ. അതായത് നമ്മുടെ നയനയും നവ്യയും വീട്ടിലെല്ലാവരും, പിന്നെ അവിടെ ഉള്ളത് അനാമികയും നയനയും മാത്രമാണ്. സോറി, നയന പോകുന്നില്ല കേട്ടോ ക്ഷേത്രത്തില്. ബാക്കി എല്ലാവരും ആടുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ക്ഷേത്രത്തിൽ പോവാണ്. അവിടെ പിന്നെ ഉള്ളത് അനാമികയും നയനയുമാണ്. അപ്പൊ അതിനിടയിൽ കുറച്ച് ഗസ്റ്റുകളൊക്കെ വരികയാണ്. നമ്മുടെ അനാമികയുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വരുന്നു. ഫ്രണ്ട്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ആ ഒരു വിശേഷം നമുക്ക് അടുത്ത ദിവസം കാണാട്ടോ, കേൾക്കാട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.